ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 313ാമത് ചലഞ്ചായി തിങ്കളാഴ്ച പരിപ്പുവട ചലഞ്ച് നടത്തും. ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ സഹായിക്കാനായിട്ടാണ് കാർത്തികപ്പള്ളി NDPC ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം ചലഞ്ച് നടത്തുന്നത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 313ാമത് ചലഞ്ചായി തിങ്കളാഴ്ച പരിപ്പുവട വിൽപ്പന ചലഞ്ച് നടത്തും. കാർത്തികപ്പള്ളി NDPC ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ചലഞ്ച് നടത്തുന്നത്. കാർത്തികപ്പള്ളി വെമ്പുഴ സ്വദേശിനിയായ ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ചിങ്ങോലി പഞ്ചായത്തിലെ 10ാം വാർഡിൽ കുന്നംപള്ളിശ്ശേരി വടക്കത്തിൽ യോഹന്നാന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എലിസബത്ത് സുജ എന്നാണ് ഞങ്ങൾ ഇവിടെ എല്ലാം വിളിക്കുന്നത്. 42 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു രോഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചലഞ്ചിലേക്കാണ് പോകുന്നത്. അതെ, തിങ്കളാഴ്ച 3 മണി മുതൽ NDPC ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായം കണ്ടെത്തുവാൻ വേണ്ടി സുജയെ ഒന്ന് ജീവിതത്തിന്റെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഗ്രാമം, ഈ വാർഡ് എല്ലാം ഒന്നടങ്കം നമ്മുടെ NDPC ജംഗ്ഷനിൽ ഒരു പരിപ്പുവട ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഈ പരിപ്പുവട, ഉണ്ണിയപ്പം, ഏത്തക്കാപ്പം എന്നൊക്കെ ഉള്ളത് നിങ്ങളോട് പറയുവാൻ വേണ്ടി, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പലഹാരം എന്നുള്ളതിനേക്കാൾ അപ്പുറം നിങ്ങൾ തരുന്ന ഓരോ രൂപയും അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കുവാൻ ലക്ഷങ്ങൾ കൊടുക്കുവാൻ, 10,000 കൊടുക്കുവാൻ എല്ലാവർക്കും പറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ 312 ചലഞ്ചിലും പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ചിന്തയുണ്ട്. നാം ഒരുമിച്ച് പഴയകാല ജീവിതം പോലെ ഒന്നിച്ചാൽ 10 രൂപയും 100 രൂപയും 50 രൂപയും നിങ്ങൾ നൽകുന്ന ചെറിയ തുകകൾ, അത് നിങ്ങൾക്കൊരു പ്രയാസമല്ല. ഞങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ പുച്ഛിക്കരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്, നമുക്ക് ദൈവം ആരോഗ്യം തന്നപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയെ സഹായിക്കുവാൻ, ഈ വീട്ടമ്മയെ സഹായിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർ രാഷ്ട്രീയം, ജാതി, മതം എല്ലാം മറന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ബോക്സുമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പരിപ്പോടയുമായി നിൽക്കുമ്പോൾ, സ്നേഹത്തോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന് പകരമായി മറ്റൊരു സഹജീവിയെ സ്നേഹിക്കുവാനുള്ള വലിയ ഒരു ചിന്തയിൽ ഞങ്ങളോട് സഹകരിക്കണം. CD ന്യൂസ് ഹരിപ്പാട്.